നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പോവാണെന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരേ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഇന്ന് ജസ്റ്റ് നിങ്ങളുടെ കറണ്ട് പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അവരിപ്പോൾ എന്താ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് മനസ്സിൽ വരുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക. സിറ്റുവേഷൻ, സാഹചര്യം ഒന്നും ഞാൻ പറയുന്നില്ല കൂടുതൽ. ഓക്കെ, ബട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ഫീലിങ്സ്. 4 of Cups, 10 of Swords, 3 of Wands. ഓക്കെ, ആക്ച്വലി ഞാൻ ഓരോ സെക്ഷനായിട്ട് എടുക്കാം. ഇവിടെ ഓക്കെ, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ലൈക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും, നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ ഓൺലൈൻ വരുന്നുണ്ടോ, പോസ്റ്റ് ടോക്കിംഗ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളെ മിസ്സിങ് എനർജി ഉണ്ട്. 4 of Cups ആണ്. സോ യെസ്, മിസ്സിങ് എനർജിയാണ്. അവർ വിഷമിച്ചിരിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവില്ല, നോ കോൺടാക്റ്റ് ആയിരിക്കാം, ബ്ലോക്ക് ആക്കി പോയി കാണാം. അവർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു, വാക്ക് അവേ ചെയ്തു. അവിടെ ഒരു എൻഡിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ വന്നിട്ട് ചെയ്തായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവരത് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു വിഷമമുണ്ട്, നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട്. അവരുടെ ലൈഫിൽ വേറെ എന്തുണ്ടെങ്കിലും ശരി. ഓക്കെ, പക്ഷേ അവർ വേറെ എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന പോലെയാണ്, നിങ്ങളെ ആലോചിക്കുകയാണ്. ആൻഡ് ഇവിടെ ആ എൻഡിങ്ങിനെ കുറിച്ച് അവർക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, അതായത് അവരായിട്ട് ചെയ്താൽ പോലും ഓക്കെ അവർക്ക് വിഷമമുണ്ട്. അതിൻ്റെ നിങ്ങൾ തമ്മിൽ അങ്ങനെ എൻഡിങ് ഉണ്ടെങ്കിൽ ഇവിടെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ദറ്റ് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ആവും. കാരണം ഇവിടെ ദൂരെ നമുക്കൊരു സണ്ണോ മൂണോ ഒക്കെ ഉണ്ട്, ഒരു വെളിച്ചമുണ്ട് എവിടെയോ. ഓക്കെ, അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷെ എന്നാലും ഇപ്പോൾ ആ എൻഡിങ് ആൻഡ് ഇവിടെയും ആക്ച്വലി മൂണുണ്ട്. ഓക്കെ, സോ യെസ്, അവർക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട്, എവിടെയെങ്കിലും ഇത് വീണ്ടും നമ്മൾ തമ്മിൽ ശരിയാക്കാൻ പറ്റും എന്നൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഒരു വിഷമവും ഉണ്ട് അതിൻ്റെ ഒപ്പം. എന്നിട്ട് എൻഡിങ്ങിനെ കുറിച്ച് മേ ബി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഹേർട്ടായതായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം ഹേർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ ആലോചിച്ച് റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. ആൻഡ് ഇവിടെ 3 of Wands പറയുന്നത് നമ്മളൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും റീകണക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവരുടെ മനസ്സിലൊരു ആലോചനകളും നടക്കുന്നുണ്ട്. ഓക്കെ, അഗൈൻ ഇതും രണ്ടും കണ്ടില്ലേ, ഒരു വെയിറ്റിംഗ് എനർജി, ഒരു അങ്ങനെ ചിന്തിച്ചിരിക്കലാണ്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത്. ഓക്കെ, എത്ര അവർ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും വിട്ടുപോയാലും നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ട്. ഓക്കെ, റീകണക്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. വേറെന്താണ് അവരുടെ ഫീലിങ്സിൽ നമുക്ക്. 3 of Pentacles, 9 of Pentacles ആൻഡ് 8 of Cups. ഓക്കെ, അവർ വിട്ടുമാറി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് തിരിച്ച് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ലേശം കൺഫ്യൂഷനാണ് മൈൻഡിൽ. ഇത് വിട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. അവർ വിട്ടുപോയി, നിങ്ങൾ വിട്ടുപോയി, എന്ത് തന്നെ ആയാലും ഓക്കെ ഇവിടെ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി പരസ്പരം സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന് വീണ്ടും സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. എൻ്റെ ഇവിടെ 9 of Pentacles അത് തന്നെയാണ്. ഒന്നിച്ച് നമ്മൾ ഒരു നിങ്ങൾ ഒന്നിച്ചൊരു എന്താ പറയുക, വേണ്ട ഇതൊരു 9 of Pentacles നമ്മൾ ആക്ച്വലി ഒരു വിഷ് എന്ന രീതിക്ക് എടുക്കാറുണ്ട്, ഒരു ആഗ്രഹം എന്ന രീതിക്ക് എടുക്കാറുണ്ട്. സോ എവിടെയോ നിങ്ങളുമായിട്ട് ആ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ജഗ്ലിങ് കാണുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ വേറെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതിപ്പോൾ എന്ത് സിറ്റുവേഷൻ എന്ന് ഞാൻ നോക്കുന്നില്ല, എന്തും ആവാം. തേർഡ് പാർട്ടി ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ റിലീജിയൻ വേറെ വാട്ട് എവർ, എന്ത് ഇഷ്യൂ ആണെങ്കിലും ശരി. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കരിയർ, ജോലി, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് യെസ് അവർക്ക് വീണ്ടും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു റിന്യൂവൽ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. വർക്കൗട്ട് ചെയ്യണം കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് കോംപ്രമൈസ് വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, Queen of Swords. ഞാൻ വേറെ സിറ്റുവേഷൻ നോക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഓക്കെ, പക്ഷെ അത് വന്നു. അവരുടെ മനസ്സിൽ ഓക്കെ ഒരു കാര്യമുണ്ട്, ഇവിടെ ടവർ. ഓക്കെ, മേ ബി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഓക്കെ നിങ്ങൾ തമ്മിലൊരു ഡൈവേഴ്സോ സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് റീസൺ എനിക്ക് വേറെ ഫാമിലി മെമ്പർ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നുണ്ട്. അവർ ആരെങ്കിലും നിങ്ങൾ ഇൻലോസോ അല്ലെങ്കിൽ വേറെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, വേറെ ആരെങ്കിലും ഫ്രണ്ട്സോ എന്തെങ്കിലും ഒക്കെ കാരണമായിരിക്കാം പ്രശ്നങ്ങൾ വന്നത്. ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി എനിക്ക് വരുന്നുണ്ട്, ഫാമിലി എന്നുള്ളൊരു എനർജി വരുന്നുണ്ട്.
കാണുന്നുണ്ട്. സോ നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കിയത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കാം. സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് എനിക്ക്. സോ അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മീൻസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഐ തിങ്ക് അവരുടെ ഫാമിലിയിൽ ഓക്കെ ഒരു മേ ബി എന്തെങ്കിലും പ്രശ്നം വന്ന് കാണാം. നിങ്ങളുടെ കാര്യം അറിഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തടസ്സമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചിട്ടുമായിരിക്കാം. ഓക്കെ ഐ തിങ്ക് യെസ്, അറിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഓക്കെ സോറി കാർഡ്സ് ചിലത് ഞാൻ ഹൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതും ആവാം. അതുകൊണ്ടായിരിക്കും ചിലവർ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും അവരവരെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന പോലെയുണ്ട്. ഈവൻ അച്ഛനമ്മമാരായാലും ശരി, മേ ബി നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ അവർ ഐ തിങ്ക് ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നം വന്ന് കാണാം ചിലപ്പോൾ. ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞു എന്ന രീതിക്കായിരിക്കാം, പുറത്തറിഞ്ഞു എന്ന രീതിക്കായിരിക്കാം. അല്ലാത്തവർക്ക് മേ ബി അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരരുത് എന്ന് വിചാരിച്ച് ചിലപ്പോൾ അവർ ഫാമിലിയെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്നതും ആയിരിക്കാം. ഓക്കെ നിങ്ങളോട് അവരെന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ത്രൂ കാർഡ്സിന് നോക്കാം. ടെമ്പറൻസ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് വൺ മോർ കാർഡ് പ്ലീസ്. ഓക്കെ നൈറ്റ് വാച്ച്. അവർ പറയുന്നത് എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, ഞാൻ എത്രയും വേഗം തിരിച്ചു വരും എന്നവർ പറയുന്നുണ്ട്. ഓക്കെ നമ്മൾ തമ്മിലൊരു കോംപ്രമൈസ് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒന്നിച്ച് പോകണം, ഒത്തൊരുമയോടെ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ പല സിറ്റുവേഷനുണ്ട്, പക്ഷെ അതിനെ ഒരു ബാലൻസിൽ എല്ലാത്തിനെയും കൂടി അതിൽ നിന്നെയും ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. എനിക്ക് ഫീലിങ്സ് ഉണ്ട് ഒരുപാട്, എനിക്ക് സ്നേഹമുണ്ട് എൻ്റെ ഉള്ളിൽ, അതെനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, തുറന്ന് പറയാൻ ഞാൻ വരും. ഓക്കെ ഒരു മെസ്സേജ് വരുന്ന രീതിക്ക് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊന്നും ഇടയിൽ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവർ നിങ്ങളുമായിട്ട് വീണ്ടും വന്നൊരു കോംപ്രമൈസ്, അഗൈൻ ഇവിടെ കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു രണ്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന രീതിക്കാണ് കാണുന്നത്. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് യെസ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഫീലിങ്സ് ഉണ്ട്, അവർക്ക് നല്ലോണം അവർ വരും എന്ന് തന്നെയാണ്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എൻ്റെ അവർ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ പേരുന്നില്ല. ഓക്കെ സോറി. വളരെ സ്ലിപ്പറി ആയിട്ടുണ്ടെന്ന് എന്താണോ. ഓക്കെ മെസ്സേജസ് കൂടി അല്ലെങ്കിൽ ഒറക്കിൾ കാർഡ്സ് കൂടി നമുക്ക് നോക്കാം. ഇതിൽ എന്താ വരുന്നത് നോക്കാം. past life connection, intense, okay, and challenges, learn. ഓക്കെ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. വി റീയൂണൈറ്റ് വിത്ത് അവർ ലവ്ഡ് വൺസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ത്രൂ മെനി ഡിഫറെൻറ്റ് ലൈഫ്സ്. ഓക്കെ ഇത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്നത് മീൻസ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടാണെങ്കിലും ശരി, ഇത് ഏതോ പൂർവ്വജന്മത്തെ ഒരു ബന്ധം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ മുൻപും പല ജന്മങ്ങളായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. ഓക്കെ ആൻഡ് വീണ്ടും അകന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ജന്മങ്ങളായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടും പിരിഞ്ഞിട്ടും അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ബന്ധമാണിത്. ഇൻറ്റൻസിറ്റി ഓഫ് എ ട്രൂ സോൾ കണക്ഷൻ ഇൻക്ലൂഡ്സ് ഗ്രേറ്റ് ഹൈസ് ആൻഡ് ഗ്രേറ്റ് ലോസ്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ അത് കഴിഞ്ഞാൽ ചില സമയത്ത് പെട്ടെന്ന് തന്നെ വഴക്കായി പ്രശ്നമായി അങ്ങനെ അകന്നു, അങ്ങനെ ഒരു എക്സ്ട്രീം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രീം. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ കാരണമാണ്. ഓക്കെ അഗൈൻ ഈ പാസ്റ്റ് ലൈഫുമായിട്ട് അത് കണക്റ്റഡുമാണ്. ഈ പൂർവ്വജന്മങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉള്ള ഉണ്ടായ കാര്യങ്ങൾ അതിവിടെ ഇടയിൽ വീണ്ടും വീണ്ടും അത് ട്രിഗേഴ്സായിട്ട് ഇടയിൽ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിയ പോലുമില്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ടാവും, എവിടെയോ സോളിൽ കിടക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് എനിവേ അതൊരു ഇൻറ്റൻസ് കണക്ഷനാണ്, നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ വലിയ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചാലഞ്ചസ് കാണുന്നുണ്ട്. സോ ഓൾ ട്രൂ സോൾ കണക്ഷൻസ് ഇൻവോൾവ് ചാലഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഓവർകം ടുഗെദർ. 3 കാർഡിൽ ഇപ്പോൾ പറയുന്നത് സോൾ കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. സോ യെസ് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ചാലഞ്ചസ് വരുന്നതും ആ ചാലഞ്ചസിനെ പക്ഷേ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും. ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് നിൽക്കുമ്പോഴും നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, അവരെ വിഷമം അത്രയും അനുഭവിക്കുന്നുണ്ട്, നിങ്ങളും വിഷമിക്കുന്നുണ്ട്, അവരും വിഷമിക്കുന്നുണ്ട്. ഓക്കെ അവർ വീണ്ടും ഇത് റീകണക്ട് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് അത് നടക്കും, തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ തടസ്സങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഒന്നാവാൻ സാധിക്കും. വേറെ എന്തെങ്കിലും കാർഡ്സ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ? അഡ്മയർ, ടെലിപ്പത്തിക് കണക്ഷൻസ്, അഗെയിൻ സോൾ കണക്ഷൻ. ഓക്കെ ഇവിടെ അഡ്മയർ എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ പറ്റുന്നവർ ടെലിപ്പത്തിക് കണക്ഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അതേപോലെ അവർക്കും മനസ്സിലാവും. സോ ഇത് നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആക്കി വെക്കാം.
ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് നെഗറ്റീവായിട്ടും അവരെ കുറ്റപ്പെടുത്തിയിട്ടും അവരെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നെഗറ്റീവ് വൈബ് അവർ പിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് അവരെന്താ വന്നേ പറ്റൂ എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതൊക്കെ അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അവരറിയുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവാക്കി വെക്കാൻ തുടങ്ങാം. അഗെയിൻ ഇവിടെയോ അതാ പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇരുന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പേഴ്സൺ ഇല്ല കൂടെ എന്ന രീതിക്ക് ആ വിഷമമല്ല ആലോചിക്കേണ്ടത്. ഓക്കെ, യെസ്, നിങ്ങൾ തമ്മിൽ എൻജോയ് ചെയ്ത സമയങ്ങൾ, നല്ല മൊമെൻറ്റ്സ്, നിങ്ങൾ തമ്മിൽ ഉണ്ടായ ആ ഒരു സന്തോഷം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കൂ. അല്ലെങ്കിൽ പേഴ്സണിലുള്ള നല്ല ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കൂ. നെഗറ്റീവ് ഉണ്ട്, ഇല്ല എന്നല്ല, അതിപ്പോൾ നിങ്ങൾക്കും ഉണ്ട്, നിങ്ങൾക്കും ചിലതുണ്ടാവും, ഇല്ല എന്ന് പറയരുത്, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. സോ ഓക്കെ, സോ അങ്ങനെ നമ്മൾ അതൊന്ന് ചെറുതായിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ ഒന്ന് വിട്ടുകൊടുക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് കേട്ടോ. ഓക്കെ, വന്നിട്ട് നമുക്ക് നേരിട്ട് അടികൂടാം അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അവരെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ആൻഡ് നിങ്ങളുടെ എനർജി ഒന്ന് നിങ്ങൾ ചേഞ്ച് ആക്കാൻ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പേഴ്സൺ വന്നല്ലോ, ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് കിട്ടിയല്ലോ എന്ന് നിങ്ങൾ സന്തോഷിക്കുക. ആൻഡ് ആ ഒരു ഫീലിങ്സ് നിങ്ങൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടെലിപ്പത്തി കണക്ഷൻ കൊണ്ട് അവർക്കത് പിക്കാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ തന്നെ എനർജി ചേഞ്ച് ആയി. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി അവരിങ്ങോട്ട് അട്രാക്ട് ചെയ്യും, അതങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ ഹാർട്ട് എന്ന് പറയുന്നുണ്ട്, യു ബിഗിൻ ടു ഫീൽ യുവർ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ വെൻ യുവർ ക്ലോസ്. നിങ്ങൾ തമ്മിൽ അത്രയും ആ ഡീപ്പ് കണക്ഷനാണ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷനാണ് വീണ്ടും വരുന്നത്. ഓക്കെ, സോ അത് നിങ്ങളെ വിട്ടൊന്നും പോകാൻ പോകുന്നില്ല. ഓക്കെ, ചെറിയ ടെമ്പററി സെപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ശരിക്കും നിങ്ങൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ അകലുമ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നതും മാറ്റങ്ങൾ വരുന്നതും ഒക്കെ. ഓക്കെ, എനിവേ ഇതൊരു കണക്ഷൻ, സ്ട്രോങ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇപ്പോൾ തൽക്കാലം ടെമ്പററി സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ മിസ് ചെയ്യുന്നുണ്ട്, അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, വരാൻ. അല്ല, ഇപ്പോൾ സപ്പോസ് ഓക്കെ നിങ്ങൾ കോൺടാക്റ്റ് ഉള്ളവരാണെങ്കിൽ, ഞാനത് പറഞ്ഞില്ല, കോൺടാക്റ്റ് ഉള്ളവരാണെങ്കിലും ഓക്കെ നിങ്ങൾ തമ്മിലൊരു ചെറിയ അകൽച്ച ഉണ്ടാവാം, ആ അകൽച്ചയിലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, അവർ തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവരുടെ ഉള്ളിലും ആ ഫീലിങ്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാനത് വെറും നോ കോൺടാക്റ്റിന് വേണ്ടി മാത്രമല്ല ചെയ്ത്, കോൺടാക്റ്റ് ഉള്ളവർക്കും ഇപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല, പക്ഷെ മനസ്സിൽ അവർ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. നമ്മുടെ വളരെ ചുരുക്കി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.